ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇത്തവണ ഒരു ഹോം ടൂർ വീഡിയോ ആണ് ഇത്. ഹോം ടൂർ എന്ന് പറയുമ്പോൾ പുതിയ വീടല്ല, പഴയ വീടാണ്. ഞങ്ങളുടെ പഴയ വീട്. ഇങ്ങനൊരു വീഡിയോ അധികം ആരും ചെയ്യാറില്ല. എന്നാലും ഞാൻ എനിക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ചെയ്തതാണ്. ഇങ്ങനത്തെ വീടിൻ്റെ വീഡിയോസൊന്നും ഇപ്പോൾ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. എന്നാലും എനിക്കിത് നിർബന്ധമായതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. നിർബന്ധം മീൻസ് വീണ്ടും കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇട്ടാൽ വീണ്ടും കാണാമല്ലോ. കുറേ ഏത് കാലത്തും നമുക്ക് കാണാൻ കഴിയുമല്ലോ. പൊളിച്ച് പോയില്ലേ, പൊളിച്ച് പോകുമ്പോൾ പിന്നെ ഇനി നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. ഈ വീട് പൊളിക്കാൻ വരുന്നതിൻ്റെ 2 ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ്. ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ എടുത്ത് മാറ്റി, പൊളിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ അതെല്ലാം എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ളൊരു വീഡിയോ ആണിത്. പിന്നെ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയതിൻ്റെ ശേഷം ഇവിടെ ആരും അങ്ങനെ വരാറില്ല, ഉപയോഗിക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളായിട്ട് കുറേ വൃത്തിഹീനമായിട്ട് കിടക്കുന്നതാണ്. കട്ടിലും ബെഡും എല്ലാം ഉണ്ടായിരുന്നു. ചിലതൊക്കെ അതിൻ്റെയൊക്കെ ബാക്കിയൊക്കെ സാധനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇതൊന്നും പുതിയ വീട്ടിലേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല, അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒഴിഞ്ഞു കിടക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ. ഈ വീടിനിപ്പോൾ 40 വർഷത്തോളം പഴക്കമായി തുടങ്ങി. 1985 പണി കഴിപ്പിച്ചൊരു വീടാണ്. അന്ന് 6 മാസം കൊണ്ടാണ് ഈ വീട് പണി കഴിഞ്ഞത്. ഇപ്പോൾ ഇത്രയും വർഷമായി, ഞങ്ങൾ ഇത്രയും കാലം ഇതിലായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ ഇതിൽ താമസമാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് പുതിയ വീടായപ്പോൾ പിന്നെ അങ്ങോട്ട് താമസം മാറ്റി. എങ്കിലും ഇതിന് വലിയ കേടുപാടൊന്നുമില്ല. ചിലയിടത്തൊക്കെ ഓട് തകരാറ്, പട്ടിക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. വേറൊന്നുമില്ല. കണ്ടാൽ കണ്ടീഷൻ വലിയ ഒരു കുഴപ്പമില്ലാത്ത മാതിരി ഉള്ളതാണ്. എന്നാലും ഇത്രയും വർഷമൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനൊരു വീടൊന്നും ഇപ്പോൾ ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് ചോദിച്ചാൽ, കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ മക്കളൊക്കെ വലുതാകുമ്പോൾ അവർ ജനിച്ച് വളർന്ന വീടാണിതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീട് ഇങ്ങനെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ വീട് കാണാൻ ഒരിതില്ലാതായി, വൃത്തിയും വെടുപ്പില്ലാത്ത പോലായി, ആകെ നാശമായി കിടക്കുകയാണ്. ഞങ്ങൾ താമസിക്കുമ്പോൾ ഇത്ര കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ മഴയും ചളിയും എല്ലാം ഉണ്ട്. പിന്നെ കുറേ ദിവസങ്ങളായാലും ഇതിൽ ഉപയോഗിക്കാതെ കിടക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. പിന്നെ പൊളിക്കാന്ന് കണ്ടപ്പോൾ ഒന്ന് വെറുതെ വീഡിയോ എടുത്താണ്. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും കാണാനുണ്ടാവില്ലല്ലോ. ഈ വീടിന് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ വെറുതെ വീഡിയോ എടുത്താണ്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്നോട് എല്ലാവരും ക്ഷമിക്കുക. എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ എടുത്ത് ഇവിടെ ഷെയർ ചെയ്യുന്നത്. എന്നില്ലെങ്കിലും നമ്മൾ ഇത്രയും വർഷം താമസിച്ചൊരു വീടല്ലേ, ഇത് പെട്ടെന്നൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുതിയ വീട് വന്നാലും പഴയ വീട് നമ്മളെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് വെറുതെ വീഡിയോ എടുത്തതാണ്. താല്പര്യമില്ലാത്തവർ കാണണ്ട, വെറുതെ ടൈം കളയണ്ട. എനിക്കൊരു ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്തതാണ്. ഇതൊന്ന് സ്പീഡിലെടുത്ത് പോയതുകൊണ്ട് തന്നെ ഏതാണെന്നൊന്നും മനസ്സിലാവില്ല. പിന്നെ 5 ബെഡ്റൂം ഉണ്ടായിരുന്നു. ഇതിൽ താഴെ 4 റൂമും മേലെ 1 റൂമുണ്ടായിരുന്നു. മേലൊക്കെ ഞാൻ പോയിട്ടുമില്ല, അവിടെ എടുത്തിട്ടുമില്ല. മേലെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ കിച്ചനുണ്ട്, പൂമുഖം എന്നൊക്കെ പറയും, അങ്ങനെ റൂമുണ്ടായിരുന്നു കൊലായിൽ. പിന്നെ ഹാള്, അങ്ങനെ ഒരു റൂമിൽ ബാത്റൂം, അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. മനസ്സിലാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീട്ടിൽ. ഞങ്ങളുടെ കുറേ വർഷത്തെ ജീവിതം ഈ വീട്ടിനായതുകൊണ്ട് തന്നെ അതിവിടെ ഒന്നിങ്ങനെ ഇരുന്നോട്ടെ വിചാരിക്കുന്നു. ഇതിലൊരു റൂം മൊത്തമായിട്ട് പൊളിച്ച് മാറ്റിയിരുന്നു. ഞങ്ങൾ പുതിയ വീടുണ്ടാക്കുന്ന ടൈമിൽ മേലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു റൂം മൊത്തത്തിൽ പൊളിച്ചെടുത്ത്. അതൊന്നും ഇതിലില്ല. അങ്ങനെ ബെഡ്റൂമിൻ്റെ എണ്ണമൊക്കെ കുറവുണ്ട്. പിന്നെ വേറെയും ചില ഭാഗങ്ങളൊക്കെ പൊളിച്ചിരുന്നു.